മരണപ്പെടുകയും പ്രദോഷത്തെ ചൊല്ലി പ്രഭാതത്തിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശപ്പെട്ടവനാണ് നബിയുടെ റമദാൻ മാസത്തിൽ എടുത്ത് നിസ്കരിച്ചാൽ അവൻക്ക് ഫർദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ മാസത്തിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുത്തൻ റമദാൻ മാസത്തിൽ നമുക്ക് കുറെ നന്മകൾ ചെയ്യാം. നമുക്ക് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റിയ മാസമാണ് റമദാൻ മാസം. കാരണം നമുക്ക് നമ്മളിൽ നിന്നുള്ള എല്ലാ ശൈത്താനുകളെയും ചീത്ത ചിഹ്നങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരവധി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. തിന്മയിൽ നിന്ന് അകലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചരിത്രം പറയാം. 99 പേരെ ഒരുത്തൻ കൊന്നു. ആ 99 പേരെ കൊന്ന ആൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരു പണ്ഡിതനടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് തോബയുണ്ടോ? ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് തോബയില്ല, 99 പേരെ കൊന്നില്ല, എനിക്ക് തോബയില്ല എന്ന് പറഞ്ഞു. എന്നാൽ 99 പേരെ കൊന്ന ആൾ ആ പണ്ഡിതനെ കൊല്ലുകയാണ്. എന്നിട്ട് ആ വേറെ പണ്ഡിതനടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് തോബയുണ്ടോ? ഞാൻ 99 പേരെ കൊന്നു എന്ന് പറഞ്ഞു. അതേ ആ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് തോബയുണ്ട്, നീ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥലത്ത് നിന്ന് മരണപ്പെടുകയാണ്. അവിടേക്ക് സ്വർഗ്ഗാകുന്ന മലക്കും നരകാകുന്ന മലക്കും വന്നു. സ്വർഗ്ഗാകുന്ന മലക്ക് പറഞ്ഞു, ഇദ്ദേഹം സ്വർഗത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു. നരകാകുന്ന മലക്ക് പറഞ്ഞു, അല്ല, ഇദ്ദേഹം നരകത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നവരോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് രണ്ട് മലക്കുകളോട് പറഞ്ഞു, ഇദ്ദേഹം തൗബ ചെയ്യാൻ വളരെ അടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകിയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? എത്ര തിന്മ ചെയ്താലും അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ തിന്മകളെയും പുറത്തുമാക്കുമാറാവട്ടെ. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്വർഗാവകാശപ്പെടുത്തുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വാഹദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.